നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് പൂക്കാട്ടുപടിയിലുള്ള ഒരു വീടാണ്. 4.5 സെൻറ്റ് സ്ഥലത്ത് 2080 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം വീട്. ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രമാണ് വീട്ടിലേക്കുള്ള ദൂരം. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 4 കിലോമീറ്ററാണ് ദൂരം. ചാർട്ടർ സ്കൂളിലേക്ക് വരുന്നത് 1.5 കിലോമീറ്ററാണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിലുമാണ് വീട് വരുന്നത്. എൻ്റെ പുറകിൽ കാണുന്നതാണ് വീട്. നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നോക്കാം. ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. 4.5 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് വരുന്നത്. 2080 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട്. ഒരേപോലുള്ള 3 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 2 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കാണുന്ന വീടാണ്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. മുകൾ ഭാഗത്തൊരു ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിന് മുകളിലായിട്ട് നമുക്ക് സെറാമിക് ഓടിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിരിക്കുന്നു. ഒരു ഭാഗത്ത് വരുന്നത് ബാൽക്കണിയാണ്. മുകൾ ഭാഗത്ത് ബാൽക്കണി വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകളും പെയിൻറ്റിങ്ങും എല്ലാമായിട്ട് വളരെ മോഡേൺ ലുക്കിൽ നിർമ്മിച്ച ഒരു വീടാണ് ഇത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന ടൈൽ റോഡാണ്. 5 മീറ്റർ വിഡ്ത്താണ് ഈ റോഡിന് നൽകിയിരിക്കുന്നത്. മതിൽ വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്ചർ വർക്ക് മാത്രം ഉപയോഗിച്ച് ചെയ്ത ഒരു മതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ്. GI ഷീറ്റ് CNC വർക്ക് ചെയ്ത ഗേറ്റാണിത്. ഇവിടെ ഒരു പെഡസ്റ്റൽ ഗേറ്റ് ഫോൾഡിങ്ങിലായിട്ട് കൊടുത്തിട്ടുണ്ട്. മുറ്റത്തേക്ക് വരുമ്പോൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് നൽകിയിട്ടുണ്ട്. അതിനിടെയായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിരിക്കുന്നു. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. ഡോറ് വരുന്നത് കിഴക്കോട്ടും. കൃത്യമായി വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണർ വരുന്നത്. ഇവിടെയാണ് കവേർഡ് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. 2 പില്ലറുകൾ കൊടുത്തിരിക്കുന്നു. അവിടെ ടെക്സ്ചർ വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥല സൗകര്യം നമുക്കിവിടെ ലഭ്യമാവുന്നുണ്ട്. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നത്. 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഡോറ് വരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡോറ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒറ്റപ്പാടില്ല ഡോറ്. പാനൽ വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയ കട്ടിലകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നു ലിവിങ് സ്പേസിലേക്കാണ്. ഇതാണ് ലിവിങ് ഏരിയ. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് TV യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് TVയുടെ പൊസിഷൻ വരുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വശത്തും ജനലും കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ അഴികളാണ് ജനലുകൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫാനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ലൂവേഴ്സ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മോഡേൺ സ്റ്റൈലിലുള്ള കാർവിംഗ് ഡിസൈനിലുള്ള ടൈലുകളാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ ടൈലുകളാണ്, വെട്രിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് സ്പേസിനേക്കാൾ വലിയ ഡൈനിങ് ഏരിയയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല നീളത്തിലുള്ള ഡൈനിങ് സ്പേസ്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ ഒരു 4 വാളി ജനലാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ക്രോക്കറി ഷെൽഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. താഴെ വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ ഡിസൈനും ബ്ലാക്ക് ഡിസൈനും ഒക്കെ വരുന്ന ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. സ്റ്റെയറിന് താഴെയായിട്ട് ചെറിയൊരു ഇൻറ്റേർണൽ ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ചെടികൾ അവിടെ വെച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ബെഡ്റൂമിലേക്ക് പോകുന്നതിന് നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണും വർക്ക് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറ് വരുന്നത് ഇതാണ്. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് കിച്ചൺ ഡോറ്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഗ്രേ കളർ ടോണിലാണ് കബോർഡുകൾ വരുന്നത്. മുകളിലും താഴെയുമായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാൾ ടൈൽ വരുന്നുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ കൊടുത്തിരിക്കുന്നു.
കിച്ചന് പുറമെ വർക്ക് ഏരിയ സ്പേസ് വരുന്നത് ഇവിടെയാണ്. റഫ് വർക്കുകളെല്ലാം ചെയ്യാനുള്ളൊരു സ്പേസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് തുറന്നാൽ ഈ ഡോർ തുറന്നാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതുപോലെ ഇവിടെയും ഒരു ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമുകളുടെ ജനലുകൾക്കെല്ലാം പാനലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ പാടുകളുടെ ജനൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡ് വരുന്നത് ഇവിടെയാണ്. 3 പാടുകളുള്ള വലിയ കബോർഡ്, ഒരു ഡ്രസ്സിങ് ഏരിയ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കിലും ഡോറിൻ്റെ ഡിസൈൻ തന്നെയാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമിലും ഹോളിലും എല്ലാം ലൂക്കറിൻ്റെ ഫാനും നൽകിയിട്ടുണ്ട്. ബാത്റൂമിൻ്റെ FRP ഡോറുകളാണ് ബാത്റൂമിന് വരുന്നത്. കയറി വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഡിസൈനുള്ള വാൾ ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ കാണാം. വാൾ ഹാങ് ക്ലോസറ്റാണ്, സെറൈഡേതാണ് സാനിറ്ററി ഫിറ്റിങ്സ്. സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഷവറിൻ്റെ ഏരിയ വരുന്നത്. കയറി വരുമ്പോൾ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു മിറർ വരുന്നു. താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം വരുന്നത് വാഷ് ബേസിനോട് ചേർന്ന് സ്പേസിലാണ്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. 2 ബെഡ്റൂമുകൾക്കും ഏകദേശം ഒരേ വലിപ്പം തന്നെയാണ്, ഒരേ ഡിസൈൻ പാറ്റേണും വരുന്നുണ്ട്. പക്ഷെ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകൾ ചിലപ്പം വ്യത്യാസമുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ലോവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഫാൻ നൽകിയിരിക്കുന്നതായിട്ട് കാണാം. വാർഡ്രോബ് സെയിം തന്നെയാണ് വരുന്നത്. ഡ്രസ്സിങ് ഏരിയ, 3 വാളുകളുള്ള വാർഡ്രോബ്. ബാത്റൂം ഇതാണ്. ടൈലുകളുടെ കളർ പാറ്റേണിൽ മാത്രം ചെറിയ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വാൾ ഹാങ് ക്ലോസറ്റ് അതെല്ലാം സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് താഴത്തെ 2ാമത്തെ ബെഡ്റൂമിൻ്റെ വിശേഷം. മുകളിലത്തെ നിലയിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഈ സ്റ്റെപ്പ് കയറിയ മുകളിലത്തെ നിലയിലേക്ക് എത്താം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലാണ്. ഇവിടെ കയറി വരുമ്പോൾ ഈ ഭാഗത്ത് ഒരു പറങ്കോള നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നമുക്ക് TV യൂണിറ്റ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. വലിയ അപ്പർ ലിവിങ് ഏരിയ തന്നെയാണ് വരുന്നത്. താഴത്തെ നമ്മൾ ലിവിങ് സ്പേസ് കണ്ടതുപോലെ തന്നെ അത്ര വലിപ്പം തന്നെ ഈ അപ്പർ ലിവിങ് ഏരിയക്കുമുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളും ഒരു യൂട്ടിലിറ്റി സ്പേസുമാണുള്ളത്. ഇവിടെയാണ് ആദ്യത്തെ റൂം വരുന്നത്. ഒരു കോർണറിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. വലിയ ജനൽ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വളരെ ചെറിയ ഡിസൈനാണ് വരുന്നത്. ഇവിടെ ബാത്റൂം. ഇത് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ്. സെയിം കളർ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. വലിപ്പത്തിൽ കുറച്ചുകൂടി വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഇനി 4ാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമാണ്. അതിവിടെയാണ് വരുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും ഏകദേശം വലിപ്പം സെയിം തന്നെയാണ്. പക്ഷേ ബാത്റൂമുകളുടെ വലിപ്പത്തിൽ ഇപ്പം വ്യത്യാസമുണ്ട്. താഴത്തേക്കുള്ള ബാത്റൂമുകൾക്ക് വലിപ്പം അല്പം കുറവാണ്. പക്ഷേ മുകളിലത്തേക്കുള്ള ബാത്റൂമുകളുടെ സ്പേസ് ഇതാണ് 4ാമത്തെ ബെഡ്റൂമിൻ്റെ ബാത്റൂം. അതും വലിപ്പമുള്ളത് തന്നെയാണ്. ഏകദേശം എല്ലാ ടൈൽ പാറ്റേണും സെയിം തന്നെയാണ്. നമുക്കിനി യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. അത് വരുന്നത് ഇവിടെയാണ്. യൂട്ടിലിറ്റി സ്പേസിൽ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ടേബിൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടാപ്പ് കണക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിൽ ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഡോറ് തുറന്നാൽ നമുക്ക് ടെറസിലേക്ക് പോകാം. ഈ ഭാഗം മുഴുവൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പോളികാർബണേറ്റ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ബാൽക്കണി കൂടിയാണ് ഇനി നമുക്ക് കാണാനുള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒരു 10 കിലോമീറ്ററാണ്. ബസ് റൂട്ടിലേക്ക് 100 മീറ്റർ മാത്രമാണ് ദൂരം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട്. പുക്കാട്ടുപടി ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ചാർട്ടർ സ്കൂളിലേക്ക് വരുന്ന ദൂരം 1.5 കിലോമീറ്റർ തന്നെയാണ്. എയർപോർട്ടിലേക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനും പറ്റുന്നതാണ്. അപ്പോൾ നല്ല റെസിഡൻഷ്യൽ ഏരിയ മനോഹരമായി നിർമ്മിച്ച ഒരു